ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്, അടുക്കള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴിന്ന് നമ്മുടെ മണ്ണടി അമ്പലത്തിൽ ഉത്സവം ഉച്ചബലി എന്ന് പറയും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ദൂരക്കാരൊക്കെ കേട്ടിട്ടുണ്ടോ? മണ്ണടി അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ പഠിക്കാൻ ഉണ്ടായിരുന്നല്ലോ, മണ്ണടി വേലിത്തമ്പി തളവ അല്ലേ? ആ സമയത്തൊക്കെ ഞാൻ ഇന്നാലും പറഞ്ഞായിരുന്നല്ലോ, പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേലിത്തമ്പി തവള, വേലിത്തമ്പി തളവയുടെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയങ്കര ചരിത്രമൊക്കെ ഉണ്ട് നമ്മുടെ ആ മണ്ണടി എന്ന സ്ഥലത്ത്. മണ്ണടി അതെന്താണ് അങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചരിത്ര പ്രസിദ്ധമാണ് നമ്മുടെ മണ്ണടി അമ്പലം. അവിടെ മുടി കൊണ്ടുവയ്ക്കുക അമ്മയുടെ. ഈ സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഉണ്ട് പറയുന്നത് ഈ സമയത്ത് അവിടെ ചെല്ലണം. അത് അമ്മയുടെ മുടി ഇങ്ങനെ കൊണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് അതൊക്കെ ഭയങ്കര ഇതാട്ടോ. ഭയങ്കര ആളായിരിക്കും അത് കണ്ട് തൊഴാനായിട്ട് കേട്ടോ. ഈ ഒരു ദിവസം മാത്രമേ അത് വെളിയിൽ അമ്മയുടെ മുടി ഇങ്ങനെ എടുത്ത് വെക്കത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടായിരുന്നെന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ ഒക്കെ. അന്ന് അവിടെ സപ്താഹം ഏതാണ്ടായിരുന്നു, അന്ന് പോയി തൊഴുതു. ഇനിയിപ്പം എനിക്കറിയത്തില്ല, വൈകിട്ട് പോകുമെന്തോന്ന് കൊണ്ടുപോകാമെന്നൊന്നും അറിയത്തില്ല. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പോവാണെങ്കിൽ എന്തായാലും എല്ലാവരുടെയും കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ കൂട്ടുകാർ. എപ്പോഴും നമുക്ക് നമ്മുടെ വില നല്ല കൂട്ടുകാരല്ലേ. ഒരാൾ മതി നമ്മളെ ഒന്ന് തളർത്താൻ. പക്ഷെ ബാക്കിയുള്ളവർ ചുറ്റും കൂടുമ്പോൾ നമുക്കൊരു സമാധാനവും ധൈര്യവും ഒക്കെ ഉണ്ടാവും അല്ലേ. ഒറ്റ ഒരാൾ വിചാരിച്ച് നമ്മളെ തളർത്താനൊക്കെ ഒന്നുമില്ല. ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പം സമാധാനിപ്പിക്കാനും വിഷമിക്കേണ്ട, പോട്ടെ കുഴപ്പമില്ലെന്നൊക്കെ പറയാൻ ഒരുപാട് കൂട്ടുകാർ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ അല്ലേ. ഒരു സങ്കടമൊക്കെ വന്നാലും ഒക്കെ അല്ലേ, സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇപ്പോൾ എന്തൊക്കെയുണ്ട്. പിന്നെ നാട്ടുകൂട്ടം ഒക്കെ ഉണ്ട്, ഒത്തിരി. പിന്നെ നമ്മുടെ കുടുംബം അങ്ങനെ ഉണ്ടല്ലോ, കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഒത്തിരി പേര് നമുക്കൊക്കെ അതൊക്കെ എങ്ങനെ വന്നത്? ഈ വാട്സപ്പ് ഗ്രൂപ്പുകളല്ലേ. വാട്സപ്പ് ഗ്രൂപ്പുകൾ. അല്ലാതെ പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എവിടെ നിന്നൊക്കെയാണ് വന്നതെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അറിയാൻ വയ്യാത്ത ചൈനക്കാർ വരെ നമ്മളെ കൂട്ടായിട്ടുണ്ട് ചില സമയത്ത്. പിന്നെ ഗൂഗിൾ അമ്മച്ചി ഉള്ളത് കൊണ്ട് അവരെന്താ പറയുന്നത്, തെറി വല്ലതും ആണോ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആ ഭാഷ നമുക്ക് ഇടുന്ന കമൻറ്റിനകത്ത് നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കും കേട്ടോ. ഇന്നാൾക്ക് ജയചേച്ചി അത് പറയുന്നതിൻ്റെ കേട്ടോ. ജയചേച്ചി അത് ആ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചാൽ മതി. ചേച്ചിക്ക് ഇതേപോലെ കൈ എന്തോ നല്ലതാണെന്നോ ഇങ്ങനെ ഇമോജിയോ ഏതോ ഇട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഗൂഗിൾ അമ്മച്ചി എന്തായാലും നമുക്ക് പറഞ്ഞു തരും. ഗൂഗിൾ അമ്മച്ചി പിന്നെ വഴി തെറ്റിക്കാനും വിടുക കേട്ടോ. വഴി കാണിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞ് ചിലപ്പോഴേ പറഞ്ഞിരുന്ന് ചിരിക്കും. ഗൂഗിൾ അമ്മച്ചി ആരുടെയെങ്കിലും വീട്ടിൽ പോകണമെങ്കിൽ നമ്മളെ വഴി കാണിച്ച് ചിലപ്പോൾ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോയി. പിന്നെ നാണക്കേടാതൊക്കെ. അതുകൊണ്ട് ആരും ഗൂഗിൾ അമ്മച്ചിയുടെ ആ വഴി നോക്കി പോകരുത് കേട്ടോ. ഞങ്ങൾ ചില സമയത്ത് ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട് കേട്ടോ. തളർത്താനൊന്നും നമ്മളെയൊന്നും ആരും നോക്കണ്ടല്ലേ. തളർത്തുന്നവരൊക്കെ തളർത്തട്ടെ പക്ഷേ നമുക്ക് ദൈവവും നമ്മുടെ നല്ല സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ ഒരു വിഷമവും ഇല്ലായിരിക്കും അല്ലേ. ആരെങ്കിലുമൊക്കെ നമുക്ക് കൈത്താങ്ങായിട്ട് വരും. ഒന്ന് തളർന്നു പോയാലും പോട്ടെ വിഷമിക്കേണ്ട, ഒരു കൈ തന്നാൽ നമുക്കതൊരു ഒരു വലിയ സമാധാനവും അല്ലേ. അങ്ങനെയൊന്നും നമ്മളെ ആരും തളർത്താനൊന്നും നോക്കണ്ട കേട്ടോ. അതെന്ന് വെച്ചാൽ തളർത്താൻ നോക്കുന്നവർ ചിലപ്പം വൈരാഗ്യമുള്ളവരായിരിക്കും. നമ്മുടെ അടുത്ത് ആരെ വൈരാഗ്യം കാണിക്കുന്നില്ലേ. നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ. വൈരാഗ്യമൊക്കെ അവർക്ക് തോന്നണമെങ്കിലല്ലേ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതേ നമ്മുടെ കൈലക്കിളി എല്ലാം വന്ന് കുളിച്ചു. എടീ എനിക്കും കൂടി ഇച്ചിരി വെള്ളം എന്താ കുളിച്ചിട്ട് എനിക്ക് എന്തായാലും ഭയങ്കര അവളുമാരെല്ലാം കുളിക്കുന്നു. ഞാനവിടെ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അവളുമാരിങ്ങനെ മൊത്തത്തിൽ ചിറകൊക്കെ ഞാൻ കാണിക്കാൻ കേട്ടോ, ചിറകൊക്കെ അങ്ങോട്ട് വിടർത്തി. അവർക്ക് തോർത്തില്ലല്ലോ, അതിനെ ഒരു ചിറകൊക്കെ വിടർത്തി കേട്ടോ. തോർത്തൊന്നും ഞാൻ കാണിക്കാൻ കേട്ടോ. അപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. അവളുമാരുടെ ആ തോർത്തുന്ന സീൻ ഞാനെന്തൊക്കെ പിടിക്കട്ടെ നമ്മുടെ കുഞ്ഞു ക്യാമറയ്ക്കകത്ത് കേട്ടോ. എൻ്റെ ചിന്നു അവിടെ ഇരുന്ന് രാവിലെ വിളിച്ചുണർത്തുന്നു. ഇന്നും ഞാൻ ഉറക്കപ്പിച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ വന്ന് രാവിലെ ഞാൻ പറയത്തില്ലേ ഞങ്ങളെ ഉണർത്തും കീറ്റിയെന്നും പറഞ്ഞ് നല്ല സൗണ്ട് ആക്കിയിലേക്ക് കേട്ടോ. അവളുമാരുടെ ആ തോർത്തുന്ന സീനൊന്ന് കാണിക്കും കൊടയുമായിട്ടങ്ങ് കേട്ടോ. നല്ല കാറ്റുമുണ്ട്. അതേ പിച്ചയ്ക്കകത്ത് എല്ലാവരും കൂടി ഇരുന്ന് അവർ ഇങ്ങനെ കുടയുക. കണ്ടോ തോർത്തി ഞാൻ പറഞ്ഞ സമയം കൊണ്ട് അവർ കുടഞ്ഞു. എന്തോ ബഹളമാണ്. നല്ല കാറ്റും ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ കേട്ടോ. അവളമാരിരുന്ന് തോർത്തട്ടെ. നമുക്ക് ഇന്നും ചേമീനാണ് കിട്ടിയത് കേട്ടോ. ചേമീൻ അപ്പോഴെന്നോട് പറഞ്ഞ് കുറച്ചെടുത്ത് വറക്കണേന്ന്, വറുത്ത് തരണമെന്ന്. അപ്പോഴും മാംസമുള്ളതെല്ലാം തേട് ഞാൻ വറക്കാൻ മസാല പുരട്ടി അപ്പോഴും കറി വയ്ക്കണം. പിന്നെ ഏത്തയ്ക്ക തോരൻ, സാമ്പാർ വയ്ക്കാം കേട്ടോ. ഏത്തയ്ക്ക തോരൻ എന്നല്ല ചിലയിടത്ത് പറയുന്നത്, വേറെ എന്തോ പേരാണ്. ഏത്തയ്ക്ക എന്നല്ലല്ല പറയുന്നത്, തോരൻ തന്നെ, ഉപ്പേരി എന്നാണ് ചിലയിടത്ത് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ തോരൻ എന്നാണ് പറയുന്നത്. എപ്പോഴും മസാലയൊക്കെ നമ്മൾ നീ പുരട്ടി വെച്ചേക്കുന്നു. ഒരാൾ മസാല പുരട്ടുന്നത് നോക്കില്ല, അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ എന്നോട് പറയും നല്ലോണം കുരുമുളക് പൊടിയൊന്ന് ചേർക്കമ്മേ. പിന്നെ തുള്ളിച്ചാടാനുള്ള എരിവെല്ലാം കൂടെ കഴിച്ചിട്ട് അപ്പോഴേത് പുരട്ടി വെച്ച് അമ്മയ്ക്ക് കറിവേപ്പില എടുത്തുണ്ടോ. അപ്പോഴതൊക്കെ നമുക്ക് അങ്ങോട്ട് ശരിയാക്കി വെക്കാം. അടുപ്പ് ഞങ്ങൾ രണ്ടും കൂടെ വൃത്തിയാക്കി കേട്ടോ. വൃത്തിയാക്കി ഞാൻ കാണിക്കാം. അതിച്ചിരി ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഇന്ന് വൃത്തിയാക്കി. അയ്യോ വൃത്തിയാക്കിയല്ലോ, നമ്മൾ കത്തിച്ചു ശരിയാക്കി ഞാനും മോനും കൂടെ കേട്ടോ. അപ്പോഴിനിയേ മീൻ കറി അതും കൂടെ ഒന്ന് അടപ്പിലോട്ട് വെക്കട്ടെ. ഒന്ന് മുളകും മല്ലിയൊക്കെ ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ഇവിടെ മഴക്കോൾ, അതുകൊണ്ട് ഇച്ചിരി ഒരു മങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ടേ ഭയങ്കരമായിട്ടിന് ശിവരാത്രിയല്ലേ, 2 ദിവസം കൊണ്ടേ അങ്ങ് തൂങ്ങുക മഴ, പക്ഷെ പെയ്യുന്നില്ല. വെളുത്തുള്ളിയുടെ വിലയൊക്കെ കുറഞ്ഞോ? ചേര കയറിയ സമയത്തുണ്ടല്ലോ, ചേര കയറിയ സമയത്ത് അണ്ണനൊരു ഒത്തിരി വെളുത്തുള്ളി എനിക്ക് വാങ്ങിച്ചോണ്ടിട്ട് വന്നു കേട്ടോ. അപ്പോഴെല്ലാവരും പറഞ്ഞായിരുന്നു വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ്. പക്ഷെ ഞാനിവിടെ ഒന്നിനും ഞാൻ വില ചോദിക്കാറില്ല കേട്ടോ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നെ കളിപ്പിക്കും, കള്ളത്തരം പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒട്ടും ചോദിക്കത്തില്ല. പിന്നെ ഈ മീനൊക്കെ ഉണ്ടല്ലോ, മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കുക എത്ര രൂപയാണ്, എന്നോട് പറയും 50 രൂപയാണ്. ചുമ്മാ അത് കള്ളത്തരം അങ്ങ് പറഞ്ഞ് പഠിച്ചു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ കളിയാക്കുമെന്ന് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഇപ്പം ചോദിക്കത്തതേയില്ല. അത്ര ഉള്ളത്തില്ലല്ലോ എൻ്റെ അടുത്താ കളി. അങ്ങനെ നമ്മൾ മീൻകറി വെച്ചു. മീൻകറി പുളിമുളകാണല്ലോ. പിന്നെ ഏത്തയ്ക്ക കുട്ടനെ എടുത്ത് അടപ്പത്തോട്ടാക്കി. മീൻ മസാല വരട്ടി വെച്ചേക്കാണല്ലോ. ഇതിനെ ഞാൻ പറഞ്ഞ അമ്മ പോയി കുളിക്കട്ടെ, മോനിച്ച് തേങ്ങ അമ്മയ്ക്ക് ഒന്ന് തിരികെ തരാൻ. അതൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ ചെയ്ത് തരും കേട്ടോ. ആ പിള്ളേരെയും കൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിക്കണം കേട്ടോ. അവർ ചെയ്ത് തരും കേട്ടോ. പിന്നെ അപ്പോഴും തേങ്ങ തിരികെ തന്നു. ഇതിന് മാത്രം മതിയല്ലോ ഇന്ന് തേങ്ങ. അപ്പോഴും സാമ്പാർ മതിയല്ലോ ഇനി. മീൻകറിയെ ഇന്ന് മുളക് അരച്ചതാണ്, സാരമില്ല. എന്തോ പച്ചക്കറി എപ്പോഴും വെക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് രാവിലെ പുട്ടായിരുന്നു. ദേ ഒരു കുറ്റി പുട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്ന, ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇത് ചിലപ്പോൾ മോൻ തന്നെ അവന് വയറ് വിശക്കുമ്പോൾ അവനെടുത്ത് കഴിച്ചു കൊടുക്കണം. ഒന്നും കുഴപ്പമില്ല. അത് പുട്ടും പഴവുമായിരുന്നു. അപ്പോഴേ അവർ രണ്ടും മേവട്ടെ. ഞാനേ നമ്മുടെ തോരൻ നിന്ന് ചതച്ചുകൊണ്ട് വിട്ടു കേട്ടോ. തോരൻ ഉപ്പേരി എന്നാ ചിലയിടത്ത് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ തോരൻ എന്നാണ് പറയുന്നത്. ഉപ്പേരി എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് ഏത്തക്കായൊക്കെ വറക്കത്തില്ല, അതിനാണ് നമ്മൾ ഉപ്പേരി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ തോരൻ. പിന്നെ വെളിച്ചെണ്ണ വെച്ച് ഇങ്ങനെ അത് മെഴുക്ക് വരട്ടി. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷകളല്ലേ പറയുന്നത്.
ഇല്ലേ? വേറെ ഏതാണ്ട് ചോദിക്കാൻ വന്നേ, മറന്നു പോയല്ലോ. അപ്പോഴും രാവിലെ ഈ മീൻ എന്നോട് അമ്മ ചോദിച്ചു, എന്തുവാ പ്രിയേ മീൻ എന്തുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാമേ ചെമ്മീനോ. ഇപ്പോഴും നന്നായിട്ട് കുരുമുളകൊക്കെ ചേർക്കണേ. അമ്മയ്ക്ക് അറിയാം കേട്ടോ. ഓരോന്ന് നമ്മൾ തപ്പിയെടുക്കും. മുളകിനൊക്കെ ഇപ്പം വിലക്കുറയില്ലയോ. നമ്മുടെ അണ്ണൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കണം. അപ്പോൾ കുറച്ച് എൻ്റെ തീരാറായി, ഏകദേശം തീരാറായി. വെളിച്ചെണ്ണ പിന്നെ ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, തരാന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാന്നറിയത്തില്ല, തരുവായിരിക്കുമല്ലേ. അപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വേറെന്തെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് സംഭവങ്ങൾ ഉണക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരിടത്ത് കുരുമുളക് ഉണക്കുന്നു, അങ്ങനെ വേണ്ട. അങ്ങനെ ഞാനിങ്ങനെ ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തരുവായിരിക്കും, നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മുടെ അടുത്ത് സ്നേഹമുള്ളവരാ, അപ്പോഴും തരുവായിരിക്കും അല്ലയോ. ഒരു വിശ്വാസം കൊണ്ട് തരുമെന്ന്. ഞാനിങ്ങനെ ഓരോ വണ്ടി പോകുമ്പോഴും വിചാരിക്കും. അപ്പോൾ നേരത്തെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടേ, കൊറിയറിൽ എന്തോ സാധനം വന്നെങ്കിൽ വരുവാണെങ്കിൽ അത് ഞാൻ അയച്ചതാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ വരുമ്പോഴും ഞാൻ എത്തി വലിഞ്ഞ് നോക്കും. ഒന്ന് വെച്ചാൽ സബ്സ്ക്രൈബർമാരൊക്കെ ഇങ്ങനെ ഞെട്ടിക്കുന്ന ഗിഫ്റ്റുകൾ അയച്ചു തരുമല്ലോ കേട്ടോ. അതിന് ഞാൻ കാത്തിരിക്കുവാ. ഇങ്ങനെ എവിടെ നടക്കൂ. ഞാനേ കൊച്ചുമോളെ കൊണ്ടൊന്ന് ചതച്ച് വാരി എടുത്തോണ്ട് വരാം കേട്ടോ. വാടി, ഇവിടെ വാടി. ഞാനിവിടെ സാമ്പാറിന് പരിപ്പും അതിൻ്റെ കഷ്ണവും എല്ലാം കൂടെ ഒരുമിച്ച് ആ കുക്കറിനകത്തോട്ട് അങ്ങോട്ട് വേവിക്കുന്നത്. മൺകലത്തിൽ വെക്കുവാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ചിലരിങ്ങനെ ആദ്യം പരിപ്പ് വേവിക്കും, പിന്നെ കഷ്ണം വേവിക്കും. നമ്മളങ്ങനൊന്നും അല്ല കേട്ടോ. പണ്ടത്തെ പിന്നെ നമ്മുടെ ഈ പരിപ്പുണ്ടല്ലോ, ഇത് തോരപ്പരിപ്പാട്ടോ. നമ്മൾക്കിവിടെ തോരപ്പരിപ്പ്. പണ്ടത്തെ പരിപ്പൊന്നും വേവത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ എളുപ്പം വേവും. കഴുകിയൊന്ന് വെക്കാം. അരിയൊക്കെ വെച്ചേക്കോട്ടോ. അതിയല്ല പരിപ്പ് ഒത്തിരിയാവും, കുറച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ അരിയൊക്കെ നമ്മളെ അളന്നിട്ടെ തിരിച്ചെടുക്കുമ്പോൾ വിരുന്നുകാർ വരുമെന്നാണ് പറയുന്നത്. ഇന്നിനി ആരെങ്കിലും ഇവിടുത്തെ തൊങ്ങനെ എടുത്താൽ ഇനി ആരെങ്കിലും വിരുന്നുകാർ വരുമോ എന്തുവാന്ന്. അവർ കിടന്ന് തിളയ്ക്കുന്നേ ഉള്ളൂ, വെന്തില്ലല്ലോ. വേവട്ടെ. ഞാൻ എന്തേ ചതച്ച് എളുപ്പം നമുക്കേ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചാലേ എളുപ്പം നമുക്ക് ഓരോരോ കാര്യങ്ങൾ നടക്കുമല്ലോ. അവിടെ അല്ല തൊമര ഇരിക്കേണ്ട സ്ഥാനം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷോയ്ക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചത് ഇവിടെ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അടുക്കി പറക്കാറുണ്ട് എല്ലാം ഇങ്ങനെ. ഇതിനകത്തെല്ലാം നമ്മുടെ സംഭവങ്ങളൊക്കെയാണ്. ചെറുപയർ, വൻപയർ, കടല, ഉഴുന്നക്കരി. ഇവിടെ ഞാൻ നിൽക്കുന്നിടത്താണ് വയ്ക്കുന്നത് കേട്ടോ. അവിടെ കൊണ്ട് ചുമ്മാ എടുത്ത് വെച്ചതാണ്. എന്തില്ല, ഏതൊക്കെയാ വേവണ്ടേ? വേവട്ട് കേട്ടോ. നമുക്ക് മീൻകറിക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കണ്ടേ? ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പും പുളിയും നല്ലതായിട്ടുണ്ട്. ഇനി ഒന്നും ഇടണ്ട, കാര്യവേ ഇല്ല. ഇട്ടാൽ കൂടുതലാവും. ഞാൻ അതേ രാവിലെ മൈലാഞ്ചി ഇട്ടു കേട്ടോ. പക്ഷെ ഷോർട്ടിനകത്ത് ഒരെണ്ണം ഉണ്ടല്ലോ, അത് ഞാൻ പണ്ടത്തെ ഫോട്ടോ, നേരത്തെ ഫോട്ടോയാ. അതിട്ട് ചുമ്മാ ഇട്ടതാ കേട്ടോ. ഇത് ഇന്ന് രാവിലെ ഞാൻ ഇട്ടതാ മൈലാഞ്ചി. നീ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ലോണം ചുമന്ന് നല്ല മൈലാഞ്ചിയായിരുന്നു. വേവട്ട് കേട്ടോ. തേങ്ങ കട്ട് തിരുമി ഇവിടെ വെച്ചേക്കും കേട്ടോ. തോലൻ്റെ ആക്കി ഇതിന് ഫ്രിഡ്ജിനകത്തെടുത്ത് വയ്ക്കും. ഏത്തക്കായിട്ട് നന്നായിട്ട് വെന്ത് കേട്ടോ. നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്ത്. അപ്പോഴേ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തടിയുടെ ആ സ്പൂൺ ഇട്ടാലും ഉണ്ടല്ലോ, അവിടെ ഇല്ലേ പറ്റി പിടിച്ച്. അപ്പോഴും നമ്മുടെ തോരനും റെഡിയായി കേട്ടോ. അവിടെ റെഡി ആയില്ല, അങ്ങോട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. കാണുന്നില്ലേ?
പിടിയരുതെന്ന് പറഞ്ഞ ഈ ചെറുക്കനെ കാണുന്നുണ്ടല്ലോ. പിടിയരുതെന്ന് പറഞ്ഞ അനുസരണമെന്ന് പറയുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു ഇവിടെ പാചകിക്കുന്ന കുക്കറി ഷോ നടത്തുന്നില്ല. അപ്പോഴേ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുവാണ് കേട്ടോ. ഉപ്പ് നോക്കട്ടെ. അയ്യോ ഉപ്പുണ്ട് കേട്ടോ, ഉപ്പുണ്ട്. അപ്പോഴതിനകത്തിരുന്നങ്ങ് വെന്തോളും കേട്ടോ. നമ്മൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുക കേട്ടോ. അവനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കടുക് വറക്കണം കേട്ടോ. അന്നേരം നമുക്ക് കറിക്ക് കടുക് വറക്കുമ്പോൾ അതിനും കൂടെ കടുക് വറക്കാം കേട്ടോ. ആ ചൂടിലിരുന്നതങ്ങ് വേവും അരപ്പ്, അല്ലെങ്കിൽ ചട്ടിക്കകത്തങ്ങ് അടി പിടിക്കും. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് എന്തുവാണ് സ്റ്റേജിൽ മീൻ വറുത്തു. മീൻ നമ്മുടെ കറി വറ്റി വരുന്നു കേട്ടോ. ഭയങ്കര ചൂട് തുണി എടുത്തുകൊണ്ട് വന്നത് മറന്നു പോകും. ഇത്തിരി കൂടെ ഒന്ന് വറ്റിട്ട് കേട്ടോ. കൈയെല്ലാം പൊള്ളിച്ച് വയ്ക്കും ഞാൻ. അപ്പോഴേ മീൻ സത്യം പറഞ്ഞ ഇതുണ്ടല്ലോ, ഇതിനെൻ്റെ മോനെ ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാനല്ലാതെ അടപ്പ് തുറന്നങ്ങ് ഒഴിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞ് അമ്മ എന്നോട് പറയുന്നേ, അമ്മ ഞാൻ കിഴുത്തേക്ക് ഇട്ടു, അമ്മ നോക്കും. ഞാനതൊന്നും നോക്കത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് മീൻ വറക്കാം. ഇനി നമുക്ക് സാമ്പാറും കൂടെ വെച്ചാൽ മതിയല്ലോ. ഓഫായത് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കുരുത്തൊക്കെ ഒപ്പിക്കും. ഞാൻ ഇങ്ങനെ പറക്കി ഇട്ടുകൊണ്ടേ ഇരിക്കും. എന്നാലും അവന് പുരോഗമനമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓഫാവത്തില്ല കേട്ടോ. ഒക്കെ ഓഫായി അങ്ങനെ എത്ര കുത്തുമെന്ന് അറിയാൻ അവനെ നോക്കട്ടെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് പരിപ്പൊക്കെ കുക്കറിനകത്ത് ഇട്ട് വയ്ക്കാം. കഴുകിയെല്ലാം ഇട്ട് വയ്ക്കാം. മീൻകറിയായി, തോരനായി. തോരനിനും കടുക് വറുത്താൽ മതി കേട്ടോ. മീൻ മറ്റേ വശം കൂടെ അങ്ങോട്ടിട്ടു. എൻ്റെ ദൈവമേ, ഞാൻ ആ ഒറ്റ ഒരു ഇതും വെച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം എന്ത് എളുപ്പമാണ് രണ്ടെണ്ണം. ദൈവമേ, ഇനി അളഞ്ഞു പാതി ഇരുന്നാൽ മതിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അങ്ങേറ്റത്തെ എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. അത് ഉണ്ടല്ലോ, നമ്മൾ കത്തിച്ചാലുണ്ടല്ലോ ചെറുതായിട്ട് തീയും വരും. ഭയങ്കര സ്മെല്ലാണ്. ഈ ഗ്യാസിൻ്റെ ഭയങ്കര ലീക്കാണ്. പക്ഷെ ഇതിന് രണ്ടിനും കുഴപ്പമില്ല. കേട്ടോ. ഇത് നമ്മുടെ സാമ്പാർ കുട്ടനെ എടാ അങ്ങോട്ട് വെച്ചത് തന്നെയാണ്. നീ എപ്പോഴേ പൊങ്ങി വരുന്നത് എന്തുവാ? അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒന്ന് രണ്ടെണ്ണം വേണം. എന്നാലും നല്ലോണം വേവും കേട്ടോ. ഇപ്പോഴും വേവട്ടെ. ഈ കലക്കി ചേർത്താൽ മതിയല്ലോ. നമ്മുടെ തോരനും കൂടെ സാമ്പാറിന് കടുക് വറക്കുമ്പോൾ നമ്മുടെ തോരനും കൂടെ കടുക് വറക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒത്തിരി ആർക്കില്ലേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ക്ഷാമം കേട്ടോ. ഇവിടെ അണ്ണൻ എപ്പോഴും പറയും, നിനക്ക് എന്ത് വൈദ്യ കുടിക്കുവാന്നോ ഈ വെളിച്ചെണ്ണ? ഞാൻ പറയും, എനിക്കറിയത്തില്ല എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യാന്ന്. എന്നോട് ക്ഷമിച്ച് മാപ്പാക്കണേ എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. വെളിച്ചെണ്ണ വാങ്ങിച്ചെന്ന് വരാൻ പറയുമ്പോൾ എന്നോട് ക്ഷമിച്ച് മാപ്പാക്കണേ കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ കലക്കി ചേർത്തു. സാമ്പാറിന് കലക്കിയൊക്കെ ചേർത്തു. അപ്പം ഇനി കടുക് വറക്കണ്ടേ. മഴക്കോള് വീണ്ടും വന്നു. ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കടുക് വറുത്ത് എടുക്കാം നമുക്ക് കേട്ടോ. സാമ്പാറിനും തോരനും ഞാനിത് കഴുകി ഉണക്കി വയ്ക്കുന്ന മുളകാ കേട്ടോ. കടുക് വറക്കാൻ സ്പെഷ്യലായിട്ട് വാങ്ങിക്കും. സ്പെഷ്യലായിട്ട് അങ്ങോട്ട് നമ്മൾ കഴുകി ഉണക്കി വയ്ക്കും. കടുകും കഴുകണം, എല്ലാം കഴുകി ഉണക്കും. ജീരകം പൊടിച്ച് വയ്ക്കുകയാണെങ്കിലും നമ്മൾ കഴുകി വറുത്ത്
അല്ല കഴുകി ഉണക്കി പൊടി. ഭയങ്കര ചൂട്. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കേട്ടോ, മണ്ണടി അമ്പലത്തിൽ ഉത്സവം. മഴയൊന്നും പെയ്യത്തില്ലായിരിക്കും ഇല്ലേ മോനെ? സാമ്പാർ നീ അടിപൊളിയായിട്ട് വന്നു. നല്ല ഉപ്പും പൊടിയും നമ്മുടെ വീട്ടിലെ മസാല ഇട്ടോ. മുളകും മല്ലിയും മൂപ്പിച്ച്. മറ്റേ മസാല ഇരിപ്പുണ്ട്, പക്ഷെ അതെടുത്തില്ല ഞാൻ. കട്ടക്കായമൊക്കെ ഇട്ട് സാമ്പാർ വെച്ച് പൊട്ടിത്തെറിക്കുന്നേ. പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ. കൈയൊക്കെ പൊള്ളുന്നു. അങ്ങനെ നമ്മുടെ സാമ്പാറിന് കടുക് വറുത്തു. അടുത്തതായിട്ട് നമ്മുടെ തോരന് കടുക് വറക്കുവാണ്. കടുക് വറുത്തു, ചൂന്ന് കടുക് വറുത്തു. ഇപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മുടെ കേട്ടോ. എല്ലാം റെഡിയായല്ലോ. ഇനി കുറച്ച് പാത്രം, കടുക് വറുത്ത പാത്രവും അടുക്കി പറക്കാനുണ്ട്, ഒന്ന് സെറ്റാക്കാനുണ്ട്, ഇവിടൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. അത്ര ഇന്നത്തെ പരിപാടി ഇതൊക്കെ ഉള്ളൂ. ഇത്രയും ഭാഗം ഇവിടൊക്കെ എപ്പോഴും തുടക്കും. ഞാനൊരു നേരം വെളുത്താൽ ഒരു 50 പ്രാവശ്യം ഇവിടെ തുടയ്ക്കും. എപ്പോഴും തുടച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയത്തില്ല അത് എന്തൊരു അസുഖമാണെന്ന്. സർവ്വനേരവും തുടച്ചുകൊണ്ടിരിക്കും. നല്ല മാങ്ങ ഇരിക്കുന്നു കേട്ടോ. ഓന് വേണോ കൂട്ടാ? നല്ല പച്ചമാങ്ങ നാട്ടുമാവിൻ മാങ്ങ. എന്തൊരാവി! ഈ മഴക്കോള് കയറി കൊള്ളുന്നതിന് ചൂട്. ഒന്ന് കഴുകി പറക്കി വെച്ചിട്ട് നമുക്ക് അപ്പുറത്ത് ചെയ്തിരിക്കാം. അങ്ങനെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ചോറൊക്കെ ഉണ്ടോ? പിന്നെന്താ, വെയിലല്ലേ, അങ്ങനെ വെറുതെ ഇരിക്കും കേട്ടോ. പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിക്കും. പിന്നെന്താ, ചെടിക്ക് രാവിലെ വെള്ളം ഒഴിച്ചു. അതുകൊണ്ട് ഇന്ന് ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതേ നമ്മുടെ വെൽവെറ്റ് ചെടിയുണ്ട്. ആദ്യം ഇതാണെങ്കിൽ വലിയ കുടമാതിരിയായിരുന്നു. പക്ഷേ ഇപ്പം എന്തേ ഇങ്ങനെ വരുന്നു. എന്നാലും ഞാൻ കളയത്തില്ല കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പറക്കി ഇങ്ങനെ ഇടും. ഇങ്ങനെ അരി എവിടെയെങ്കിലും കൊണ്ടു. കണ്ടോ എൻ്റെ ഈ ചെടി കണ്ടോ, നല്ല രസമാണ് ജമന്തി പൂവിൻ്റെ കൂട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇവിടെയല്ല ഞാൻ കൊണ്ടിടും കേട്ടോ. കിടക്കട്ടെ, മഴ പെയ്യുമ്പോൾ എന്തായാലും കിടക്കും. അപ്പോഴിന്ന് നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കണ്ടത്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.